വോയിസ് ബോക്സിൽ നിന്നുള്ള ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വോയിസ് ബോക്സിൽ നിന്നുള്ള ക്യാൻസറിന് റേഡിയേഷൻ കൊടുത്തതിന് ശേഷം അസുഖം തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു സർജറിയാണ് ടോട്ടൽ ലാരിഞ്ചെക്ടമി. വോയിസ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന സർജറി. അപ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു അവയവമാണ് വോയിസ് ബോക്സ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വോയിസ് ബോക്സ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് വോയിസ് തിരിച്ചു കൊണ്ടുവരുന്നത്, അതായത് എങ്ങനെയൊക്കെയാണ് സ്പീച്ച് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. നമുക്ക് 3 തരത്തിലുള്ള ഓപ്ഷനാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ഇലക്ട്രോ ലാരിങ്സ് എന്ന് പറയും. ഇലക്ട്രോ ലാരിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. നിങ്ങൾ മൂവീസിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അത് കഴുത്തിൽ പേഷ്യൻ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് സംസാരിക്കുക. അപ്പോൾ ഇത് കഴുത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷനെ നമ്മളെ നാവും അതുപോലെ ലിപ്പും ഉപയോഗിച്ചിട്ട് സ്പീച്ചാക്കി മാറ്റുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് നമുക്ക് സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ വേറൊരു സർജറിയുടെ, അതായത് ഇതിനായിട്ട് വേറൊരു സർജറിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് ഇത് ഉപയോഗിച്ചുണ്ടാകുന്ന വോയിസ് ഒരു റോബോട്ടിക് വോയിസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ പിച്ച് ഒരു മോണോട്ടോണസ് ആയിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷന് ഈസോഫേജിയൽ സ്പീച്ചാണ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന കുഴൽ ഉപയോഗിച്ച് സംസാരിക്കുന്ന രീതി. ഇതിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിന് ആദ്യം എയർ സോളോ ചെയ്യണം. ആ സോളോ ചെയ്ത എയർ പുറത്തോട്ട് പുഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ ഉപയോഗിച്ച് നമ്മൾ നാവും അതുപോലെ ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് സംസാരം ഉണ്ടാക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഒരു 30-40% ആളുകൾ മാത്രമേ ഇത് ഡെവലപ്പ് ആകുകയുള്ളൂ. നമ്മൾ എത്ര നല്ല രീതിയിൽ സ്പീച്ച് തെറാപ്പി കൊടുത്തു കഴിഞ്ഞാലും ഒരു 30-40% ആളുകൾ മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. പക്ഷേ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. കാരണം ഇതിന് വേറെ മെയിൻ്റനൻസ് കോസ്റ്റോ വേറെ എക്സ്പെൻസോ വേറെ ഒരു സെക്കൻഡ് സർജറിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഓപ്ഷന് ട്രക്കിയോ ഈസോഫേജിയൽ പങ്ക്ചർ എന്ന് പറയും. നമുക്കറിയാം, വോയിസ് ബോക്സ് റിമൂവ് ചെയ്യുന്ന സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് പോകുന്ന കോയിലും അതുപോലെ തന്നെ നമ്മളെ ശ്വാസം എടുക്കുന്ന കോയിലും തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കും. ശ്വാസം പോകുന്ന കോയിൽ നമ്മൾ ഏകദേശം കഴുത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് പുനർനിർമ്മിക്കുക. അപ്പോൾ നമ്മൾ ട്രക്കിയോ ഈസോഫേജിയൽ പങ്ക്ചർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഫുഡ് പോകുന്ന കോയിലും നമ്മൾ ശ്വാസം എടുക്കുന്ന കോയിലും തമ്മിൽ ഒരു ദൂരം ഉണ്ടാക്കി കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിലോട്ട് നമ്മളൊരു ട്രക്കിയോ ഈസോഫേജിയൽ ഒരു പ്രോസ്തസിസ് എന്ന് പറഞ്ഞ ചെറിയൊരു ട്യൂബ് ഇടുകയാണ് ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ലങ്സിലെ എയർ ഉപയോഗിച്ച് തന്നെ പേഷ്യൻറ്റിന് വോയിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രക്കിയോ ഈസോഫേജിയൽ പ്രോസസ്സസ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ എക്സ്പെൻസ്, അതുപോലെ ട്യൂബിൽ വരുന്ന പ്രശ്നങ്ങൾ, ട്യൂബിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളുമാണ്. ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്.